റിപ്പോർട്ടർ വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെ മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിൽ ഇടപെട്ടിരിക്കുകയാണ് സർക്കാർ. നാളെ ഉന്നതതല യോഗം ചേരും. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം മന്ദഗതിയിലാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കുറ്റപ്പെടുത്തി. മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് TV വാർത്തകൾ അതേപടി ആവർത്തിച്ചായിരുന്നു EK വിജയന്റെ ശ്രദ്ധ ക്ഷണിക്കൽ. യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും കോവിഡ് കാലത്ത് വെട്ടിച്ചുരുക്കിയ റെയിൽവേ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഇടപെടണമെന്നും EK വിജയൻ ആവശ്യപ്പെട്ടു. യാത്രക്കാരുടെ വർധനവിനനുസരിച്ച് ട്രെയിനിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെയാണ് അത് ചെയ്യാതെയാണ് നിലവിലുള്ള കോച്ചുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്നത്. കോവിഡ് കാലത്ത് റെയിൽവേ വെട്ടിച്ചുരുക്കിയ സർവീസുകളും സ്റ്റോപ്പുകളും മുതിർന്ന പൗരന്മാർക്ക് കുട്ടികൾക്ക് നൽകിയ സഹായങ്ങളും വെട്ടിച്ചുരുക്കി. സീനിയർ സിറ്റിസന് ടിക്കറ്റ് ഫെയറിൽ ഇളവുണ്ടായിരുന്നു, അതൊന്നും തന്നെ പുനഃസ്ഥാപിച്ചിട്ടില്ല. പരശുറാം അടക്കമുള്ള ട്രെയിനുകളിലെ യാത്ര പേടിപ്പെടുത്തുന്ന അനുഭവമാണെന്ന് റെയിൽവേയുടെ ചുമതലയുള്ള സംസ്ഥാന മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മതിച്ചു. ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോവുകയാണ്. കൂടുതൽ ട്രെയിനുകളും കൂടുതൽ സ്റ്റോപ്പുകളും അനുവദിക്കണം എന്നതാണ് കേരളത്തിൻ്റെ ആവശ്യം. ആവശ്യങ്ങൾ അറിയിക്കാൻ കേന്ദ്രമന്ത്രിയുമായി വീണ്ടും ചർച്ച നടത്തും. ഇവിടെ നമുക്ക് വേണ്ടത് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുക, കൂടുതൽ കോച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. ഇത് റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ള ആവശ്യം നമ്മൾ നിരന്തരമായി അവരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് പുതിയ വണ്ടികളും പുതിയ മെമോ സർവീസുകളും ആരംഭിക്കാൻ റെയിൽവേ തയ്യാറാവണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും അതേ ആവശ്യം ഉന്നയിച്ച് നമ്മൾ ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയെ ഈ ആഴ്ച കാണാനിരിക്കുകയാണ്. നാളെ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുമെന്നും യോഗത്തിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.